ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 2.5 വർഷം മെസ്സി വരും എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചതാണ്. ഇപ്പോൾ അതിൻ്റെ തട്ടിപ്പ് കഥകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ അർജന്റീന കളിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് പോലും അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നൽകിയിട്ടില്ല. അവരിങ്ങനെ കളിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഫിഫ അറിയണം, ഫിഫ അറിഞ്ഞിട്ട് പോലുമില്ല. ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനും ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല. ഇതിന് ഈ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ പൈസകൾ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ, അതിനൊക്കെ ഒരു രേഖയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രേഖകളുമില്ല. ആകെ മൊത്തം അതായത് അടിമുടി തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കായിക വകുപ്പിൻ്റെ മന്ത്രിയുടെ ചുമതലയുള്ള അബ്ദുറഹ്മാനാണ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ കഴിയുമോ കഴിഞ്ഞ പിണറായി സർക്കാരിന്? രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കായിക വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന ബഹുമാനപ്പെട്ട അന്നത്തെ കായിക മന്ത്രിയായ വി അബ്ദുറഹ്മാനും കുറെ തട്ടിപ്പ് സംഘങ്ങളും കൂടെ ചേർന്ന് നടത്തിയ ഒരു വൻ തട്ടിപ്പ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ നാൾവഴി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് 2023 ജൂലൈയിലാണ് കളമശ്ശേരി ആസ്ഥാനമായ ഗോട്ടൺ ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു കടലാസ് കമ്പനി ഈ ഒരു നിർദ്ദേശവുമായി സർക്കാരിനെ സമീപിക്കുന്നത്. അതിന് ഏതാണ്ട് ഈ കമ്പനി രജിസ്റ്റർ ചെയ്ത് തന്നെ 1 ലക്ഷം രൂപയുടെ മൂലധനത്തിൽ 2 ആഴ്ചകൾക്ക് മുൻപ് മാത്രമായിരുന്നു. ഈ കമ്പനിയെ സംബന്ധിച്ച് യാതൊരു ട്രാക്ക് റെക്കോർഡില്ല. ഈ കമ്പനി ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് എന്നതിനെ കുറിച്ച് യാതൊരു റിപ്പോർട്ടുമില്ല. യാതൊരു അന്വേഷണവുമില്ലാതെ ഈ കമ്പനി ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു പരിപാടിയുമായാണ് മന്ത്രിയെ സമീപിച്ചത്. മെസ്സിയെ കൊണ്ടുവന്ന് ഇവിടെ കളിപ്പിക്കാമെന്നും അതുവഴി കേരളത്തിന്റെ കായിക രംഗത്തിന് വലിയ ഉത്തേജനം ഉണ്ടാകുമെന്നും പ്രത്യേകിച്ച് ഫുട്ബോൾ മേഖലയിലൊക്കെ വലിയ ഉത്തേജനം ഉണ്ടാകുമെന്നും ഒക്കെ മോഹിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശവുമായി ഈ കമ്പനി വരുന്നത്. എന്നാൽ അതിനുശേഷം ഈ കടലാസ് കമ്പനി അല്പസമയത്തേക്ക് അപ്രത്യക്ഷമായി അവരുടെ വേഷം അണിഞ്ഞുകൊണ്ടാണ് മറ്റൊരു വലിയ തട്ടിപ്പ് കമ്പനി രംഗത്ത് വരുന്നത്. അത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഉടനടി ഇതേ മേൽവിലാസത്തിൽ തന്നെ രംഗത്ത് വരുന്നു. അപ്പോൾ അവിടെ തന്നെ തട്ടിപ്പിന്റെ തുടക്കമായി. ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ജമീഷിന് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. അവരെ മൊട്ടിൽ മരമുറി കേസിലെ വളരെ കുപ്രസിദ്ധമായിട്ടുള്ള പ്രതിപട്ടികയിൽപ്പെട്ട 3 സഹോദരന്മാരാണ് ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ ഉടമകളായിരിക്കുന്നത്. അപ്പോൾ അവർ കൂടെ ചേർന്നുകൊണ്ടാണ് ഈ കെണി ഒരുക്കിയത് എന്ന് പറഞ്ഞാൽ ഒട്ടും അധികപ്പറ്റാവുകയില്ല. ഇപ്പോൾ കേൾക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ബഹുമാനപ്പെട്ട കായിക വകുപ്പ് സെക്രട്ടറി ശ്രീ പ്രശാന്ത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുതകളാണ്. അതായത് ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഏതാണ്ട് $1.5 കോടി എന്ന് പറഞ്ഞാൽ അന്നത്തെ മൂല്യമനുസരിച്ച് 126 കോടി രൂപ അവർക്ക് കൊടുത്തു, സ്പോൺസറായ നിലയിൽ കൊടുത്തു എന്നൊക്കെയാണ് അവരെ അവകാശപ്പെടുന്നത്. എന്നാൽ അങ്ങനെ കൊടുത്തതിന്റെ യാതൊരു രേഖകള് ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താനായി സാധിച്ചില്ല. ആകെ അവർ കണ്ടെത്തിയത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തിയ കായിക മന്ത്രിയുടെ ഓഫീസിൽ നടത്തിയ ചില ഇമെയിലുകൾ മാത്രമാണ് ഇപ്പോൾ ഈ എൻ പ്രശാന്ത് IAS അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ജനേഷ് ഒരു പ്രധാനപ്പെട്ട കാര്യം, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും അതുപോലെ തന്നെ വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനങ്ങൾ നടത്തുന്നതിനും ഒക്കെയായി ബോധപൂർവ്വം കണ്ടുപിടിച്ച ഒരു സമ്പ്രദായമാണ് ഇത് ഇപ്പോൾ സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നത്. ഇത് അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനോ മെസ്സിയോ ഈ സംഗതി നാളിതുവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ള വലിയ ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സർക്കാരിനെ യഥാർത്ഥത്തിൽ കബളിപ്പിക്കാൻ നടത്തിയ ശ്രമം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഒരു പൈസയും ചെലവാവില്ല, ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവന്ന് ഇവിടെ കളിപ്പിച്ചോളാമെന്നൊക്കെ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ അന്ധമായി വിശ്വസിച്ച് സ്പോർട്സിനെ കുറിച്ച് ABC അറിയാൻ പാടില്ലാത്ത ഒരു മന്ത്രിയാണ് ഈ കെണിയിൽ ചെന്ന് അന്ന് പെട്ടത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ വി അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ മന്ത്രി കേരളത്തിൽ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ആർക്കും ഒരു നിശ്ചയമില്ല. അദ്ദേഹം മന്ത്രി ആയിരുന്നു എന്നുള്ള കാര്യം പോലും കേരളത്തിൽ ആർക്കെങ്കിലും അറിയാമോ എന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് കാര്യമായ വകുപ്പൊന്നും ഇല്ലാതെ 21ാം മന്ത്രിയായി
യഥാർത്ഥത്തിൽ 5 വർഷം ഇവിടെ കേരളത്തിൽ പ്രവർത്തനം നടത്തി എന്ന് മാത്രമേ പറയാനായി സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇതൊരു വലിയ അവസരമാക്കിയെടുത്തി തന്റെ ഈ ഇമേജ് ഒന്ന് വർദ്ധിപ്പിക്കാമെന്ന് വിചാരിച്ച് ചെന്നിട്ട് പെട്ടതാണ് ഈ പറയുന്ന തട്ടിപ്പ് സംഘത്തിൽ. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു പൈസയും കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ചെലവാകില്ല എന്ന് പറഞ്ഞിട്ട് പോലും അല്പം മുൻപ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 3 സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിയാണ് ഇദ്ദേഹം അർജന്റീന ഫെഡറേഷനുമായുള്ള ചർച്ചയെന്ന മട്ടിൽ അർജന്റീനയിൽ പോകുന്നതിന് പകരം സ്പെയിനിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ അവിടെ ചെന്നിട്ട് ആരോട് സംസാരിച്ചു? അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ടാണോ? അതിനെ സംബന്ധിച്ച് യാതൊരു രേഖകളുമില്ല. അപ്പോൾ സ്പെയിനിൽ പോയി കാഴ്ചകൾ കണ്ട് വലുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അപ്പോൾ ഇത് അതിസങ്കീർണമായിട്ടുള്ള ഒരു തട്ടിപ്പിന്റെ ആളുകളെ കബളിപ്പിച്ചതിന്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് സ്പോൺസർ നൽകിയെന്ന് പറയുന്ന 126 കോടി രൂപയുടെ യാതൊരു രേഖയും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായി ഇതിനെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് വഴിയും കേന്ദ്ര അന്വേഷണ ഏജൻസി വഴിയും അന്വേഷണം നടത്തേണ്ട അനിവാര്യത കേരളത്തിലാകെ ദുഷ്പേരുണ്ടാക്കിയ ഒരു സംഭവമാണ്. ശരി സാർ, ഞാൻ വരാം.